ഇന്ത്യക്കെതിരെയുള്ള തോൽവിക്ക് ശേഷം പാകിസ്ഥാൻ ടീമിന് നേരെ വലിയ സൈബർ ആക്രമണം തന്നെയാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്നത്. ഇനി അവസാന മത്സരത്തിൽ ബംഗ്ലാദേശാണ് പാകിസ്ഥാന്റെ എതിരാളികൾ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബംഗ്ലാദേശിനെതിരെ പാകിസ്ഥാൻ വിജയിക്കില്ല എന്നാണ് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ആരാധകർ പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനു ശേഷം ക്രിക്കറ്റിലെ യഥാർത്ഥ രാജാവ് അത് കോഹ്ലി തന്നെയെന്ന് പാകിസ്ഥാനിലെ ആരാധകർ അടിവരയിട്ട് പറയുന്നു. അതോടൊപ്പം പാകിസ്ഥാൻ ടീമിലെ ബാബർ അസമിന് കോഹ്ലിയുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല. പാകിസ്ഥാനെതിരെയുള്ള കോഹ്ലിയുടെ ബാറ്റിംഗ് ബാബർ അസം കണ്ടുപഠിക്കണം. കോഹ്ലിക്ക് സാഹചര്യം അനുസരിച്ച് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നല്ല രീതിയിൽ അറിയാം. അതേസമയം ബാബർ അസം ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ കളിക്കാർ ഇന്ത്യ പോലെയുള്ള വലിയ ടീമുകളുമായി മത്സരം വരുമ്പോൾ അവർക്ക് ഗ്രൗണ്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിസ്സഹായരായി നിൽക്കുന്നു. അതുപോലെ ഇന്ത്യയുടെ 3 ഓൾറൗണ്ടർമാർ ജഡേജ, പട്ടേൽ, പാണ്ഡ്യ ഇവർ ഇന്ത്യക്ക് ബാറ്റിംഗ് സമയത്തും ബോളിംഗ് സമയത്തും നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്. ഇതുപോലെ കളിക്കുന്ന എത്ര കളിക്കാർ പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാൻ കണ്ട ഏറ്റവും മോശം ടീമാണ് ഇന്ത്യക്കെതിരെ കളിക്കാൻ ഇപ്രാവശ്യം ഇറങ്ങിയത്. ഇന്ത്യ ലോകത്തിലെ 1-ാം നമ്പർ ടീമാണ്. അവർക്കെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ സാമാന്യ പൊരുതാനെങ്കിലും അറിയുന്ന കളിക്കാരെ വേണം ഇറക്കാൻ. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ കളിക്കാരോടുള്ള രോക്ഷം പ്രകടിപ്പിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ ആരാധകർ വിരാട് കോഹ്ലിയെയും ഇന്ത്യൻ ടീമിനെയും പ്രശംസിച്ചത്. സാധാരണ ഇന്ത്യൻ ടീം പാകിസ്ഥാനെതിരെ വിജയിക്കുമ്പോൾ പാകിസ്ഥാൻ ടീമിനെ പാകിസ്ഥാൻ ആരാധകർ വിമർശിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ഇന്ത്യൻ ടീമിനെ അവർ പ്രശംസിക്കാറില്ല. എന്നാൽ ഇത്തവണ വ്യത്യസ്തമായി എല്ലാവരും ഒന്നടങ്കം വിരാട് കോഹ്ലിയെയും ഇന്ത്യൻ ടീമിനെ പ്രശംസിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എനിക്ക് ഇന്ത്യൻ മുൻ കളിക്കാരൻ ദിനേശ് കാർത്തിക് പറഞ്ഞതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. എന്തിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്? പണ്ട് തുല്യശക്തികളായതുകൊണ്ടാണ് ഓരോ മത്സരവും ആവേശപൂർണമായത്. അതേസമയം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ഒത്തിരി മുന്നിലാണ്. പാകിസ്ഥാനാണെങ്കിൽ ഇപ്പോൾ പഴയ ടീമിന്റെ നിഴല് മാത്രം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പാകിസ്ഥാൻ ഇന്ത്യ മത്സരത്തിന് പഴയ പോലെയുള്ള പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല, ദിനേശ് കാർത്തിക് സൂചിപ്പിച്ചു. എന്തായാലും പാകിസ്ഥാനും ബംഗ്ലാദേശും പുറത്തായിരിക്കുന്നു. ഇന്ത്യ ന്യൂസിലാൻഡ് സെമിയിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. ഇനിയും ബാക്കിയുള്ള ഒരു മത്സരം ഇന്ത്യ സംബന്ധിച്ച് ന്യൂസിലാൻഡിനെതിരെയാണ്. സ്വന്തം നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലേറ്റ കനത്ത തോൽവിക്കുള്ള പ്രതികാരം വീട്ടാനുള്ള ഒരു സുവർണ അവസരമാണ് ഇന്ത്യക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അതുപോലെ പാകിസ്ഥാനെ സംബന്ധിച്ച് ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം അഭിമാന പ്രശ്നമാണ്. അവരോടും കൂടി തോറ്റാൽ പാകിസ്ഥാനിലെ ആരാധകർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കോഹ്ലിയെ ക്രിക്കറ്റിന്റെ രാജാവെന്ന് പാകിസ്ഥാൻ ആരാധകർ വിശേഷിപ്പിച്ചത് ആത്മാർത്ഥമായിട്ടാണോ? ബംഗ്ലാദേശും പാകിസ്ഥാനും എതിരെയുള്ള മത്സരത്തിൽ ആര് വിജയിക്കും? ദിനേശ് കാർത്തിക് പറഞ്ഞതുപോലെ ഇനിയുള്ള ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.